അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് കേൾക്കുന്നവർ നല്ല ഉദ്ദേശത്തോടു കൂടെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണം. കാരണം നമുക്ക് സുന്നികളാണ്. നമ്മളിൽപ്പെട്ട ചില ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ, സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗലിദൊക്കെ നടത്തി അടുത്തുള്ള മക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത്, സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്കൊന്ന് പഠിക്കാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത്. അയാൾ ജനിക്കുന്നത് 1703 ക്രിസ്താബ്ദം 1703. ഇത് 2025. അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല. അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല. നമ്മുടെ കേരളം പോലെ, ആദ്യം കേരളമായിരുന്നത് പോലെ കുറേ നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത്. ഇരിക്കട്ടെ, പറയാം. അന്ന് ഇദ്ദേഹം ഈ ആശയം കൊണ്ടുവരുമ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യമില്ല, ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ്. പലരും അയാളെ തള്ളി. അവസാനം ഒരാളുമായി അമീർ മുഹമ്മദ് സൂദ് എന്ന് പറയുന്ന ആളുമായി ടൈപ്പ് ചെയ്തു, എഗ്രിമെന്റുകൾ ഉണ്ടാക്കി. ഈ നാട് മുഴുവൻ പിടിച്ചടക്കുകയാണെങ്കിൽ ഭരണം ആൽ സൂദിനും മതം പറയാനുള്ള അവകാശം എനിക്കും കിട്ടണമെന്ന ഡിമാൻഡിൽ രക്തപ്പുഴയൊഴുക്കി. 1703 ജനിച്ച അദ്ദേഹം 1727 ആദ്യമായി അങ്ങനെ ഒരു ആശയത്തിന് അസ്ഥിവാരമിടുന്നത്. ആദ്യത്തെ ദൗലത്തു സൗദിയ, സൗദി അറേബ്യ അല്ല, ദൗലത്തു സൗദിയ 1744 ഉണ്ടാക്കുന്നത്. കുറഞ്ഞ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അക്രമം കാണിച്ച് കുറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചത് 1744. രണ്ടാമത് ആ രാജ്യം വികസിപ്പിക്കുന്നത്, ദൗലത്തു സൗദിയ വികസിപ്പിക്കുന്നത് 1818. അതിൻ്റെ ഇടയിൽ 1806 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ നിലനിന്നിരുന്ന നിരവധി മക്ബറകളെയും മറ്റുമൊക്കെ തച്ചു തകർക്കുകയും ഒന്നാം തകർക്കൽ സമരം നടത്തുകയും ചെയ്തു. 1806. 1818 രണ്ടാം ദൗലത്തു സൗദിയ, 1921 മൂന്നാം ദൗലത്തു സൗദിയ. അപ്പോഴും സൗദി അറേബ്യ വന്നിട്ടില്ല. അങ്ങനെ 1921 മൂന്നാം ദൗലത്തു സൗദിയ ഉണ്ടാക്കിയതിനു ശേഷമാണ് 1922 26 വീണ്ടും മക്കയിലും മദീനയിലും ജന്നത്തുൽ ബഖയിലും ഒക്കെ ഉണ്ടായിരുന്ന കുംഭകാരണങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി. വിശ്വാസികൾ വീണ്ടും അതൊക്കെ ഉയർത്തിക്കെട്ടിയപ്പോൾ 1926 നടന്ന വീണ്ടും തകർക്കൽ സമരത്തിൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം. ഇനി ഞാൻ പറയുന്ന കണക്കുകൾ മറക്കരുത്. ഇവിടെ എല്ലാവർക്കും ഖുർആനും ഹദീസും ഒന്നും ഓതിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. സൗദി അറേബ്യയിലില്ലല്ലോ, മക്കയിലില്ലല്ലോ, കഅബ നിൽക്കുന്നിടത്തില്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ മദീനയിലില്ലല്ലോ. ദുനിയാവിൽ ഒരു സ്ഥലത്തും ഒരു കിതാബിലും മക്കയെയും മദീനയെയും നോക്കി ദീന് പഠിക്കണമെന്നോ ദീന് പറയണമെന്നോ പറഞ്ഞിട്ടില്ല. ഒരു കാര്യമാണത്, വളരെ സത്യമായ കാര്യമാണ്. അപ്പോ വിശ്വാസികളായ ആളുകൾ, കൺഫ്യൂഷനുള്ള ആളുകൾ, എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നാമത്തെ ദൗലത്തു സൗദിയ വരുന്നത് 1744 അത് കൃത്യമായ കണക്കാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീല താഴ്ത്തി കാലയവനികക്കുള്ളിൽ മറഞ്ഞത് ക്രിസ്താബ്ദം 632. ക്രിസ്താബ്ദം 632 മുതൽ ഒന്നാം ദൗലത്തു സൗദിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നതുവരെ 1112 കൊല്ലം 1112 കൊല്ലം മുഹമ്മദുർ റസൂലുള്ളാഹിയും അവിടുത്തെ അനുചര സഹകളത്ര ബന്ധുമിത്രാദികളും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവരെ പഠിച്ചവരും നിലനിന്ന 1112 കൊല്ലം നിലനിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? അതാണോ ശരി? അതല്ല. 1744 ആദ്യമായി ഉണ്ടാക്കിയ ദൗലത്തു സൗദിയ മുതൽ ഇന്ന് 2025 വരെ നോക്കുമ്പോൾ 281 കൊല്ലമായി വന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? സൗദി അറേബ്യ ഉണ്ടായതെന്ന മറ്റൊരു കണക്ക് 1932 സെപ്റ്റംബർ 23 സൗദി അറേബ്യ ഉണ്ടാകുന്നത്, KSA ഉണ്ടാകുന്നത്. ആ KSA ഉണ്ടായത് മുതൽ അങ്ങോട്ട് നോക്കിയാലോ 1932 മുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യവിശ്രമ സമയം മുതൽ 1300 കൊല്ലം നിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? അതല്ല,
സൗദി അറേബ്യയിലേക്ക് നോക്ക്, സൗദി അറേബ്യയിലേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ ആ സൗദി അറേബ്യ വന്നിട്ട് ഇന്നേക്ക് 93 കൊല്ലമേ ആയിട്ടുള്ളൂ. 100 കൊല്ലമാകണമെങ്കിൽ 2032 സെപ്റ്റംബർ 23 വരണം. അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് നോക്ക്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നെങ്കിൽ വെറും 93 കൊല്ലം മാത്രം പഴക്കമുള്ള സൗദി അറേബ്യ നോക്കി ഇസ്ലാം പഠിക്കണോ? അതല്ല, അവിടെ നിന്ന് 1932 മുതൽ മുകളിലേക്ക് നോക്കിയാൽ ഹബീബായ റസൂലുള്ള വഫാത്തായ സമയം വരെ 1300 കൊല്ലക്കാരുടെ കൂടെ നിൽക്കണോ? ഞാൻ വെറുതെ കണക്ക് പറഞ്ഞതല്ലല്ലോ. സൗദി അറേബ്യയുടെ ആദ്യ ഭരണാധികാരി ആരാണ്? അബ്ദുൽ അസീസ് ആലു സഊദാണ്. രണ്ടാമത് വന്നയാൾ ആരാണ്? സഊദ് ബിൻ അബ്ദുൽ അസീസ് ആണ്. മൂന്നാമത് ഫൈസലാണ്. നാലാമത് ഖാലിദാണ്. അഞ്ചാമത് ഫഹദാണ്. ആറാമത് അബ്ദുള്ളയാണ്. ഏഴാമത് ഇപ്പോൾ ഭരിക്കുന്നത് സൽമാൻ രാജാവാണ്. കാത്തിരിക്കുന്ന മകൻ മുഹമ്മദാണ്. ഇത്രയേ ആയിട്ടുള്ളൂ സൗദി അറേബ്യക്ക്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. ഈമാനെ പോക്കറ്റടിച്ചു പോകാൻ നമ്മൾ നിന്നുകൊടുക്കരുത്. സൗദിയിലേക്ക് നോക്ക്, സൗദിയിലേക്ക് നോക്ക്, സൗദിയിലേക്ക് നോക്ക്. സൗദിയുടെ ചരിത്രം ഇതാണ്. KSA വന്നിട്ട് 93 കൊല്ലം. ഈ പിന്തിരിപ്പൻ ആശയം വന്നിട്ട് ഇന്നേക്ക് 281 കൊല്ലം. അതിന്റെ മുമ്പ് 1300 കൊല്ലം മുഹമ്മദ് റസൂലുള്ളയും അനുചര സഹകളത്ര ബന്ധുമിത്രാദികളും ജീവിച്ച സ്ഫടിക സ്ഫുടമായ ആ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നാം മനസ്സിലുറപ്പിക്കണം. നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അള്ളാഹു ബറക്കത്തു ചെയ്യട്ടെ. ജസാഖല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.